നമ്മൾ ഈ ഒരു നൈറ്റ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ എന്താണ് തയ്ക്കാൻ പോകുന്നത് ഓപ്പാമേ? അപ്പോൾ നമ്മൾ പാറ്റേണൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നൈറ്റ് തയ്ക്കണമായിരുന്നു. പിന്നെ നമുക്ക് ഈ ഇടയ്ക്ക് ഓർഡർ വന്നായിരുന്നു. ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റിച്ചിങ് വ്ളോഗാണ്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നായിരുന്നു ഡ്രസ്സ് വാങ്ങാനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള. അപ്പോൾ അവർ പോകുന്നൊരു വീഡിയോ തന്നെ ഞാൻ ആദ്യം കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അവർ വാങ്ങാൻ വന്ന ഡ്രസ്സ് ഏതാണെന്നൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനമൊക്കെ പറയാം. പിന്നെ ഇത് ഞാനും അമ്മയും കൂടെ ബ്രോഡ്വേയിൽ മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന കുറച്ച് വീഡിയോസാണ്. നമുക്ക് ഓണത്തിന് മുമ്പായിട്ട് കുറച്ച് മെറ്റീരിയലൊക്കെ എടുക്കണമല്ലോ, ടോപ്പ് തയ്ക്കാനും അതുപോലെ നൈറ്റി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തയ്ക്കാനായിട്ട് മെറ്റീരിയൽ എടുക്കണമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ബ്രോഡ്വേ പോകുന്ന കുറച്ച് വീഡിയോസാണ്. അത് നമ്മൾ പോയത് എപ്പോഴും പോണ പോലെ തന്നെ രാധാകൃഷ്ണയിലോട്ടാണ് പോയത്. ഇത് ഏത് കടയിൽ നിന്ന് എടുത്താണ്? രാധാകൃഷ്ണൻ തന്നെ എടുത്ത വീഡിയോസാണ്. ഇത് പുതിയ രാധാകൃഷ്ണനാണ്. പിന്നെ നമ്മൾ പഴയ രാധാകൃഷ്ണയിലോട്ട് വന്നു. കുറച്ച് റണ്ണിങ് മെറ്റീരിയലൊക്കെ നോക്കണമായിരുന്നു. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുക്കണമായിരുന്നു. കുർത്തീസ് അതുപോലെ ഫ്രോക്ക് അതിനൊക്കെ മെറ്റീരിയൽ എടുക്കണമായിരുന്നു. പിന്നെ വന്നത് നൈറ്റി മെറ്റീരിയൽസ് എടുക്കാനായിരുന്നു. നൈറ്റി മെറ്റീരിയൽസും നമ്മളെടുത്തു, അല്ലാണ്ട് റെഡിമെയ്ഡ് നൈറ്റിയും എടുത്തു. അപ്പോൾ എല്ലാം എടുത്ത് വന്നപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആയി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഒജീനിലേക്കാണ് പോയത്. അപ്പോൾ തന്നെ നല്ലപോലെ ടയേർഡായി. മെറ്റീരിയൽ എല്ലാം എടുത്ത് സെലക്ട് ചെയ്ത് അതുപോലെ നൈറ്റിയും കുറേയൊക്കെ നോക്കിയിട്ടാണ് നമ്മളെടുത്ത മെറ്റീരിയലൊക്കെ നിവർത്തി നോക്കി ഡാമേജൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കി എടുത്ത് വന്നപ്പോൾ തന്നെ നല്ല ടൈമായി. ഇപ്പോൾ തന്നെ ടൈം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ 2 ബിരിയാണിയാണ് പറഞ്ഞത്. ഹാഫ് ബിരിയാണി വേണം പറഞ്ഞത്, ഫുള്ളൊന്നും കഴിക്കില്ല. അപ്പോൾ ഹാഫ് ബിരിയാണി എടുത്ത് എനിക്ക് ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ബിരിയാണിയാണ്. 100 രൂപയുള്ളൂ ഹാഫ് ബിരിയാണിക്ക്. ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല രീതിക്കുള്ള ബിരിയാണിയാണ്. ഇവിടുത്തെ അച്ചാറും സലാഡും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സൂപ്പറായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് കസ്റ്റമൈസേഷൻ ഉണ്ടായിരുന്നു. അതിന് ഹക്കോബ മെറ്റീരിയലൊക്കെ നോക്കണമായിരുന്നു. ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ആ ഒരു ഷെയ്ഡായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ അതിനുള്ള മെറ്റീരിയലൊക്കെ നോക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ രാധാകൃഷ്ണയിലോട്ട് വന്നു. എന്നിട്ട് മെറ്റീരിയലൊക്കെ നോക്കി. പക്ഷേ അവർക്ക് ബഡ്ജറ്റ് അത്ര സെറ്റായില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ നോക്കാമെന്ന് വെച്ച് നമുക്ക് കുറച്ച് ലേസ്, ത്രെഡ്, സിബ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ ബസ്സിൽ കയറി. കുറേ വീഡിയോസൊക്കെ ഞാൻ എടുക്കാനായിട്ട് മറന്നു. അങ്ങനെ ബസ്സിൽ കയറിയപ്പോഴാണ് ഉർവശി കണ്ടത്. ഇവിടെ നിന്നാണ് ജ്വല്ലറി ബിസിനസ് നടത്തുന്നവരെല്ലാവരും ഇങ്ങനെ ജ്വല്ലറീസ് എടുക്കണമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ നല്ല കളക്ഷനും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിതുവരെ വന്നിട്ടില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞുള്ള ഒരു വീഡിയോസാണ്. നമുക്ക് ഓണം ഔട്ട്ഫിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂവൊക്കെ പറിക്കാൻ പോയ കുറച്ച് വീഡിയോസാണ്. അപ്പം നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കിട്ടുന്ന പൂവ് ഇലയൊക്കെ വെച്ച് നമ്മളൊരു ഔട്ട്ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുമുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട്, അതുപോലെ യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമുക്കൊരു പെപ്പളം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ഹൈലോ പെപ്പളം ടോപ്പായിരുന്നു ഇത്. ഹൈദരാബാദിലേക്ക് അയക്കാനുള്ള ഒരു പെപ്പളം ടോപ്പായിരുന്നു. ഹൈലോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാകും ശരിയാകുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇട്ട് വരുമ്പോൾ തന്നെ എങ്ങനെ ഇരിക്കുന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞ ഒരു ഐഡിയക്കാണ് നമ്മൾ ചെയ്തത്. കസ്റ്റമൈസാണ് ചെയ്തത്. ഈ ഒരു മെറ്റീരിയൽ കുറേ പേര് ചോദിച്ചായിരുന്നു. പക്ഷേ ഇത് ഒരെണ്ണം തയ്ക്കാനുള്ള മെറ്റീരിയൽ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 399 രൂപയാണ്. ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പിറ്റേ ദിവസം തന്നെ കൊണ്ട് അയക്കേണ്ടതുകൊണ്ട് ഞാൻ രാത്രി തന്നെ എല്ലാം സെറ്റാക്കി വെച്ച് കൊറിയർ കവറിലൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് പോകണമായിരുന്നു. കാരണം ഞാനിപ്പോൾ രാവിലെ ഞാനും അമ്മയും കൂടെ യോഗയ്ക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ നമ്മൾ ഇറങ്ങും. അതുവഴിയാണ് ഞാൻ പോസ്റ്റ് ഓഫീസിലൊക്കെ പോകുന്നത്. രാവിലെ യോഗയ്ക്ക് പോകാൻ ഞാനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ദിവളുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ രാവിലെ ആകുമ്പോഴേ പോകുമ്പോൾ നല്ല രസമാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ പക്ഷേ ആരും കാണത്തില്ല, ഒറ്റയ്ക്കായിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ യോഗ ടീച്ചർ. പിന്നെ യോഗ ചെയ്യാനായിട്ട് ഇത്രയും പേരുണ്ട്. നല്ല രസമാണ്. പിന്നെ ഞാൻ യോഗയൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മുടെ കൊറിയർ അയക്കാനായിട്ട് പോയി. അവിടെ പോയി കൊറിയറൊക്കെ അയച്ചു. തിരിച്ച് വന്നപ്പോഴാണെങ്കിൽ നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മഴയില്ല, അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് വന്നപ്പോൾ ഒറ്റയ്ക്കായിരുന്നു, ആരുമില്ലായിരുന്നു. എല്ലാവരും ജോലിക്കൊക്കെ പോയി. പിന്നെ ഞാൻ തിരിച്ചൊറ്റയ്ക്ക് മഴയത്ത് നല്ല രസമാണല്ലോ, അങ്ങനെ പോന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് എക്കോ ഡൈയിങ് ചെയ്യുമായിരുന്നു. കാരണം നമുക്ക് ഓണത്തിനൊരു ഔട്ട്ഫിറ്റ് ഇതുകൊണ്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കി. പിന്നെ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഷർട്ട് ഡ്രസ്സായിരുന്നു. ഇത് നമ്മൾ നേരത്തെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തായിരുന്നു. ആ മോഡൽ തന്നെ ഒരെണ്ണം ചെയ്യണമായിരുന്നു. പിന്നെ നമുക്കതിൻ്റെ കൂടെ തന്നെ അവർക്ക് തന്നെ ഒരു നൈറ്റി ഡ്രസ്സ് ഉണ്ടായിരുന്നു. നൈറ്റി ഡ്രസ്സല്ല, ഫ്രോക്ക് നൈറ്റി. അപ്പോൾ അത് കട്ട് ചെയ്യണമായിരുന്നു.
അപ്പോൾ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഒരു നൈറ്റി ഫ്രോക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് കട്ട് ചെയ്തൊക്കെ വെച്ചു. ഞാനും അമ്മയും കൂടെയാണ് കട്ട് ചെയ്തൊക്കെ വെച്ചത്. അമ്മക്കിന്ന് ലീവ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്തു, സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണതിൽ ഇഷ്ടം അമ്മയും കൂടെ ഉള്ളപ്പോഴാണ്. അപ്പോൾ നമുക്കൊരു കമ്പനിയും കൂടെ ആവുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് കറണ്ടും കൂടെ പോയി. പിന്നെ നമുക്ക് ചെയ്യാനുള്ള മൂഡ് പോയി. പിന്നെ കറണ്ട് വരുമ്പോൾ ചെയ്യും, കറണ്ട് പോകുമ്പോൾ മാറ്റി വെക്കും. അങ്ങനെ കുറച്ച് ടൈം എടുത്താണ് ചെയ്തത്. പിന്നെ നമുക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഒരു ഷോർട്ട് കുർത്തിയാണ്, ഹോൾട്ടർ നെക്ക് വരുന്ന ഒരു ഷോർട്ട് കുർത്തിയായിരുന്നു ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽ ചെയ്തത് മാറിപ്പോയി ഗൈസ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് എനിക്ക് ഓർഡർ തന്നത്. അതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ 2 മെറ്റീരിയൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത മെറ്റീരിയൽ മാറിപ്പോയി. ഒരു ബ്ലാക്ക് മെറ്റീരിയലിലാണ് ഇത് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഓക്കെ, അവൾ ഇഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ ആ മെറ്റീരിയൽ കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ടോപ്പും കൂടെ ചെയ്യാമെന്ന് വെച്ചു. വീഡിയോയിൽ ആദ്യം കാണിച്ചത് അവരെയായിരുന്നു. അവർ ഈ ടോപ്പ് വാങ്ങാനായിരുന്നു വന്നത്. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്കേർട്ടും ടോപ്പും തയ്ക്കുക. ബ്ലൗസ് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ സ്കേർട്ടാണ്. സ്കേർട്ട് അതേ ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്ന കോർസെറ്റ് ടോപ്പും അത് ഉണ്ട്. ഉള്ളിൽ ബോണിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇപ്പോൾ ബോണി വെച്ചുകൊണ്ട് ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കണേ. ബാക്കിൽ ടൈ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൈപ്പിംഗ് കൊടുക്കാനായിട്ട് ഞാനൊരു ഇതെടുത്തിട്ടുണ്ട്, ഗോൾഡൻ കസവ്. പൈപ്പിംഗ് കൊടുക്കാനായിട്ട് സ്ട്രൈറ്റ് പീസാണ് എടുത്തേക്കണേ. ശരിയാവുമെന്നറിയില്ല. പിന്നെ അത് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ കുറേ തിരക്കിട്ടാണ് ഇതെല്ലാം കൂടെ ചെയ്യണേ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഡ്രസ്സും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് പാടായിരുന്നു. പിന്നെ പല ദിവസമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത് ഏത് ദിവസത്തെ വീഡിയോ ആണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. അത് ഓൾറെഡി സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത സ്കേർട്ടായിരുന്നു. ബ്ലൗസായിരുന്നു നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പക്ഷേ സ്കേർട്ട് ഒട്ടും ഇടാൻ പറ്റാത്ത രീതിയിലായിരുന്നു. കാരണം വേസ്റ്റും ഭയങ്കര ലൂസായിരുന്നു. അതുപോലെ ടൈ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പം നമുക്ക് ഇട്ട് വരുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും ആ വേസ്റ്റിൻ്റെ ഒരു ഭാഗത്ത്. സോ അതുകൊണ്ട് നമ്മൾ സ്കേർട്ട് ഫുൾ അഴിച്ചിട്ട് പിന്നെ പ്ലീറ്റ് ഇട്ടാണ് എടുത്തത്. ബ്ലൗസ് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താണ്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ മേത്ത് ഇങ്ങനെ വെച്ച് കാണിക്കാമെന്ന് വെച്ച്. എന്നാലേ നമുക്ക് ആ ഒരു സ്കേർട്ടും ടോപ്പും കൂടെ വരുമ്പോൾ എന്താണ് ഒരു ഫൈനൽ ലുക്കെന്ന് മനസ്സിലാവുള്ളൂ. പ്രിൻസസ് കട്ടാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നെക്കിലും സ്ലീവിലും കുറച്ച് ലേസ് കൊടുത്തിട്ടുണ്ട്. പഫ് സ്ലീവാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ഒരു പെപ്ലം ടോപ്പാണ്. ഇത് നമ്മൾ ബ്രോഡ്വേ പോയപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറിന് വേണ്ടി എടുത്ത മെറ്റീരിയലാണ്. ഇതുകൊണ്ട് നമുക്ക് സാധാരണ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു മോഡലില്ലേ, ആലിയ കട്ടും ഫ്രിൽസ് വെച്ച സ്ലീവും വരുന്ന ആ ഒരു പെപ്ലം ടോപ്പാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് തന്നപ്പോൾ നല്ല രസമായിരുന്നു. ഇതിൻ്റെ കളറും ആ ഒരു പ്രിൻറ്റും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 349 രൂപയാണ്. നമ്മൾ ലൈനിങ് ഇല്ലാണ്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഈ ടോപ്പ് ഓർഡർ ചെയ്ത കസ്റ്റമർ തന്നെ വേറൊരു ടോപ്പും കൂടെ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നല്ല പ്രിൻറ്റിൽ വരുന്ന ഈ ഒരു മെറ്റീരിയലില്ലേ, ഇതുകൊണ്ട് നമുക്കൊരു കുർത്തിയായിരുന്നു ചെയ്യേണ്ടത്. സ്ലീവ്സ് ബട്ടർഫ്ലൈ സ്ലീവ്സാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ സ്ലിറ്റ് ഇട്ടിട്ട് ലോങ് കുർത്തിയായിരുന്നു ചെയ്തു വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ 2 ടോപ്പും നമുക്ക് കൊല്ലത്തേക്ക് അയക്കേണ്ടതായിരുന്നു. ഇത് 2 ഇട്ടിട്ട് അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് പിക്കൊന്നും കിട്ടിയില്ല. പിക്ക് എടുത്തിട്ട് അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. എനിക്ക് ഓൾറെഡി പ്രിൻറ്റും ആ ഒരു കളറും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് എടുത്തായിരുന്നു. അതെല്ലാം പിറ്റേ ദിവസം തന്നെ ഓർഡറായി. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സുകളാണ് ഈ കാണിക്കുന്നത്. ഇത് നമ്മളൊരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്ത്. കൈയുടെ അറ്റത്ത് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പഫ് സ്ലീവാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നെക്കിലും വേസ്റ്റിലും ഫ്രിൽസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലേസും കൊടുത്തിട്ടുണ്ട്, വള്ളി കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ഗ്യാദേഴ്സ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു കുർത്തിയാണ്. ഇത് ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ നെക്കിലും സ്ലീവിലും ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മെറ്റീരിയലാണ്. അതുപോലെ ലൈനിങ് ഇട്ടിട്ടുണ്ട്, സ്ലിറ്റ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇതൊരു കുർത്തിയാണ്, നൈറ്റ് മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ലേസ് കൊണ്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീനക്ക് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇതൊരു ഷർട്ട് ഡ്രസ്സാണ്. ഇതും നൈറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. കോളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ബട്ടൺസാണ് കൊടുത്തേക്കുന്നത്. ചെറിയൊരു പഫ് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സിമ്പിൾ കുർത്തിയാണ്. നെക്ക് ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള നെക്കും സ്ലീവ് 3/4 സ്ലീവാണ് കൊടുത്തേക്കുന്നത്. സ്ലിറ്റ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇതൊരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇതിൻ്റെ താഴെ നമ്മൾ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വള്ളിയും കൊടുത്തിട്ടുണ്ട്. നെക്ക് റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്.
സ്ലീവ് നോർമൽ സ്ലീവാണ്. പിന്നെ വേറൊരു ഫ്രോക്ക് നൈറ്റിയും കൂടെ ഉണ്ടായിരുന്നു. ഇത് എൻ്റെ ചേച്ചിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് യോക്കിൽ ഒരു പീസ് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വള്ളി കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിലാണെങ്കിൽ ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ഒരു ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ വീഡിയോസ് എടുക്കാൻ ഞാൻ മറന്നുപോയി. അയൺ ചെയ്യുന്ന വീഡിയോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. കട്ട് ചെയ്യുന്നതൊന്നും എടുക്കാനായിട്ട് മറന്നുപോയി. പിന്നെ ഫൈനൽ ലുക്കും എടുത്തില്ല. അതിട്ടിട്ടുള്ള ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ അടുത്തുള്ള ചേച്ചിക്ക് തന്നെയാണ്. ഈ ഒരു പ്രിൻ്റ് വരുന്ന ഗ്രീനും ഈ ഒരു ഷെയ്ഡും ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാനിത് ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടി എടുത്തതാണ്, പക്ഷേ നൈറ്റി ഓർഡറായി. അതുകൊണ്ട് പിന്നെ അത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചു. നല്ലൊരു പ്രിൻ്റല്ലേ. അതുപോലെ പിന്നെ ഓണം സ്പെഷ്യലായിട്ട് ഈ ഒരു സ്കേർട്ടും ടോപ്പും കൂടെ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അതും സ്റ്റിച്ച് ചെയ്തു. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഒരു ടോപ്പാണ്. ഇതാണ് മെറ്റീരിയൽ. ഇതുകൊണ്ട് ഒരു കോളർ വെച്ചിട്ടുള്ള ഒരു ടോപ്പാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. ആ ഒരു ടൈപ്പ് കോളർ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ തയ്ക്കണതാണ്. ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു വി ഷേപ്പിലെ നെക്ക് വന്നിട്ട് അതിലൊരു കോളർ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കണേ. ഇപ്പോൾ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു നെക്ക് റൗണ്ടിന് ചുറ്റും ഒരു കോളറും കൂടെ കൊടുത്താൽ സെറ്റായിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസിലും കോളേജിലും ഒക്കെ ഇടാൻ പറ്റിയ ഒരു ടൈപ്പ് കുർത്തിയാണിത്. നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. കാരണം നെക്കിൽ ഒരു വി നെക്ക് പോലത്തെ ഒരു ഷേപ്പും വരുന്നുണ്ട്, അതുപോലെ കോളറും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. സ്ലീവിൽ ചെറിയ പഫും കൊടുത്തിട്ടുണ്ട്, സ്ലിറ്റ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി തന്നെയുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അത് ഈ ഒരു മെറൂൺ ഫാബ്രിക്കും ഉണ്ട്, ഒരു പെപ്ലം ടോപ്പായിരുന്നു. ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മളെപ്പോഴും ചെയ്യുന്ന ആ ഒരു ആലിയ കട്ട് പാറ്റേണിലും സ്ലീവ്സ് ബട്ടർഫ്ലൈ സ്ലീവ്സും കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് കണ്ടിട്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. താങ്ക്